ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് യേശു പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഒമേഗയുടെ മറുവശത്തൊന്നുമില്ല, കർത്താവിനപ്പുറം ഒന്നും കണ്ടെത്താനാവില്ല. ദൈവം ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ ആ പ്രഖ്യാപനം അന്തിമമാണ്. ഇവിടെ യേശുവിന്റെ വാക്കുകൾ നമുക്ക് ആഴത്തിലുള്ള ആശ്വാസം, നമുക്ക് സ്വയം നിലനിൽക്കുന്ന ഒരു രക്ഷകനെ ആവശ്യമാണ്. കർത്താവാണ് ജീവന്റെ ഉറവിടം, കർത്താവ് ജീവന്റെ നിത്യ സ്രോതസ്സാണ്. ഇതിനർത്ഥം ക്രിസ്തു അതിരുകളില്ലാത്തവനാണെന്നാണ്. കർത്താവിന് എപ്പോഴും നമ്മെ തൃപ്തിപ്പെടുത്താൻ കഴിയും. ഈ ജീവിതത്തിലെ പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും സഹിക്കുമ്പോൾ ക്രിസ്തു ആദ്യനും അന്ത്യനുമാണെന്ന് അറിയുന്നത് സഹായകരമാണ്. നാം തീയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് കർത്താവ് അവിടെ ഉണ്ടായിരുന്നു. നാം ചൂളയിലൂടെ കടന്നതിന് ശേഷവും അവിടുന്ന് ഉണ്ടായിരിക്കും. അവിടുന്ന് ആകുന്നവൻ ആകുന്നു. അത് ആശ്വാസകരമാണ്. കാരണം നമ്മുടെ ആന്തരിക അല്ലെങ്കിൽ ബാഹ്യ ലോകത്ത് എത്ര അസ്ഥിരമോ കുലുക്കമോ ഇളക്കി വിടുന്നതോ ആയ കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് എല്ലായ്പ്പോഴും ഒരു നങ്കൂരമുണ്ട്. ആൽഫയും ഒമേഗയും എന്ന നിലയിൽ ദൈവം ഒരു ശരിയായ വിധികർത്താവാണ്. കർത്താവിൽ ആശ്രയിക്കാനും നമ്മുടെ ദാഹം കർത്താവിലേക്ക് കൊണ്ടുചെല്ലാനും ഈ വിധികർത്താവ് നമ്മെ വിളിക്കുന്നു. എന്നാൽ നാം ഇത് നിരസിക്കുകയും പകരം നമുക്ക് വേണ്ടി ദാഹം തീർക്കാൻ മറ്റ് സംഭരണികൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്താൽ അവസാനം നാം ശൂന്യമായി കാണപ്പെടും. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.